Hi guys, welcome to our YouTube channel. So this is Ashwati and this is Rohit. Hi. So it's our first YouTube channel and about the traveling. It's like a traveling vlog. And a face, please avoid my face because I'm really tired. So we are going from ഞങ്ങളിപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് കേരളയ്ക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. And I have my son with me and also എനിക്ക് എൻ്റെ പെറ്റ്സും കൂടെ ഉണ്ട്. കാരണം നല്ല മെസ്സാണ് ബിക്കോസ് ഓഫ് ടു മച്ച് ഓഫ് ലഗേജ് ബേബി തിങ്സ് ആൻഡ് ഓൾ. സോ ഇപ്പോൾ ഇവിടെ നമ്മളെത്തി ഞങ്ങൾ ഹൊസൂരി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നാട്ടിലെത്തുന്നത് വരെ, അതായത് പാലക്കാട് എത്തുന്നത് വരെ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, എവിടെയൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നു, ബേബീനെ എങ്ങനെയൊക്കെ ക്യാരി ചെയ്യുന്നു. ആൻഡ് ആസ് എ ന്യൂ മോം എനിക്കും ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. ഇറ്റ്സ് ലൈക്ക് മൈ ഫസ്റ്റ് ട്രാവൽ. ഐ ഡോണ്ട് ഹാവ് എനി വൺ ടു ഗൈഡ്. സോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്, give us good ideas. So next traveling it will be really helpful for us. So let's see. എല്ലാവർക്കും ഹായ് ഹായ് കന്നി. സോ അവള് ഭയങ്കര ബിസിയാണ്, എല്ലാം വാച്ച് ചെയ്യുന്നതിൻ്റെ ഭയങ്കര ബിസിയിലാണ്. സോ നമ്മളിപ്പോൾ ബാംഗ്ലൂർ വിട്ടു, ഇനിയിപ്പോൾ തമിഴ്നാട് ബോർഡർ കഴിഞ്ഞില്ലേ? തമിഴ്നാട് ബോർഡർ കഴിഞ്ഞു അല്ലേ? തമിഴ്നാട് ബോർഡർ കയറി. ഓക്കെ, നമ്മൾ തമിഴ്നാട് ബോർഡർ കയറി. സോ ഇങ്ങനെ വിശന്നപ്പോൾ ഞങ്ങളൊരു സ്ഥലത്ത് നിർത്തിയിരിക്കുകയാണ്. ഏതാണ് അറിയോ? കൃഷ്ണഗിരി. ഓൾമോസ്റ്റ് ലൈക്ക് കൃഷ്ണഗിരിയിലാണ്. സോ വിൽ കണ്ടിന്യൂ. പിന്നെ പാല് കൊടുത്തിട്ട് വിൽ കണ്ടിന്യൂ അഗൈൻ ദ ട്രാവൽ. ഞങ്ങൾ കൃഷ്ണഗിരിയിൽ A2Bയിൽ കയറിയിരുന്നു, ഒന്ന് റെസ്റ്റ് എടുക്കാനും പിന്നെ ഒന്ന് ഫ്രഷ് ആവാനും കുറച്ചൊന്ന് കോഫി കുടിക്കാനും. A2Bയിലാണ് കയറിയത്. ആംബിയൻസ് വാസ് റിയലി ഗുഡ് ആൻഡ് പ്രൈസ് ഈസ് ഓൾസോ റീസണബിൾ. ഞങ്ങൾ ഇനിയും കൃഷ്ണഗിരിയിൽ തന്നെയാണ്, മൂവ് ആയിട്ടില്ല. ഞങ്ങൾ അവിടെ തന്നെയാണ് നിൽക്കുന്നത്, കാരണം കുട്ടിക്ക് ഫീഡ് ചെയ്യാനും പിന്നെ ഒരു കോഫി ബ്രേക്ക് എടുത്തു. സോ ഞങ്ങൾ ഇനിയും അവിടെ തന്നെയാണ്. അതെ, ഞങ്ങൾ കുറച്ചുകൂടി ടൈം എടുക്കും. നോർമലി ഈ ടൈമിൽ നമ്മൾ പാലക്കാട് എത്തുമല്ലേ, കോയമ്പത്തൂർ. അതെ, അപ്പം മോസ്റ്റ്ലി ഞങ്ങൾ 8 o'clock 9 o'clock നമ്മൾ വീട്ടിലെത്തുന്നതാണ്. പക്ഷേ ഈ ടൈമിൽ കുട്ടിയുള്ളതുകൊണ്ടും ഓരോ മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറോളം അവന് ഫീഡ് ചെയ്യാനുള്ളതുകൊണ്ടും വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കും. അതുകൊണ്ട് ഇനിയും നമ്മൾ ചിലപ്പോൾ രാവിലെ പുലർച്ചെ ആവും വീട്ടിലെത്തുന്ന സമയമാകുമ്പോൾ. ഇപ്പോൾ അവൻ ഉറങ്ങാണ്. ഇനി അടുത്ത ഫീഡ് നിർത്തുമ്പോൾ അപ്പം ഞങ്ങളിവിടെ ഒരു മാങ്ങയുടെ കട കണ്ടപ്പോൾ നിർത്തി കുറച്ച് വീട്ടിലേക്ക് മാങ്ങയൊക്കെ വാങ്ങിയിരിക്കുകയാണ്. അവിടെ നിൽക്കുമ്പോൾ എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. നമ്മളിപ്പോൾ ഏകദേശം സേലം കഴിഞ്ഞ് ഈറോഡ് എത്താറായി. അപ്പോൾ രണ്ടുപേർക്ക് തന്നെ ഉറക്കം വരാൻ തുടങ്ങിയതുകൊണ്ട് ഒരു ചെറിയൊരു ടീ ഷോപ്പിൽ നിർത്തിയിട്ട് ഞങ്ങളൊരു ലെമൺ ടീ, ഒരു കോഫി കുടിക്കാമെന്ന് വെച്ചു. നമ്മുടെ ബേബി നല്ല ഉറക്കത്തിലാണ്. സാറ് ഇവിടെ ഉണ്ട്. ഹീസ് ഹാവിങ് കോഫി. സേ ഹായ് ബ്രോ. ഹായ്. ഫൈനലി ഞങ്ങൾ ചാവടി എത്തി കോയമ്പത്തൂർ. ഇനി പെട്രോൾ അടിക്കാൻ വേണ്ടി നിന്നാണ്. ഞാൻ നന്നായി ഉറങ്ങി. അതെ, നന്നായി ഉറങ്ങി. ഇനി ഒരു 1.5 to 2 hours ജേർണിയേ ഉള്ളൂ. കുട്ടീനെ വെച്ച് ട്രാവൽ ചെയ്യുന്നത് ഒരു ഇത്തിരി കഷ്ടമാണ്. ആൻഡ് ഹി വാസ് നോട്ട് ദാറ്റ് ട്രബിൾസം. അതുകൊണ്ട് അത്ര ഡിഫിക്കൽട്ടായി തോന്നുന്നില്ല. ഇത് ലാസ്റ്റ് ട്രിപ്പാണ്. സോ ഞങ്ങൾ ഇന്നൊരു 5 മണിക്ക് എത്തി രാവിലെ. എത്തിയതിന് ശേഷം ഇറ്റ് വാസ് റിയലി ഡിഫിക്കൾട്ട് ടു ഹാൻഡിൽ ദ ബേബി, കാരണം ഇവിടെ നല്ല ചൂടാണ്. സോ ഇപ്പോൾ ഞങ്ങൾ ഒരുവിധം എ സി ഫാൻ എന്നുള്ള രീതിയിലാണ്. അത്രയും ചൂടാണ്, പുറത്തേക്ക് കൊണ്ടുപോകാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ്. പിന്നെ എനിക്ക് ട്രാവലിംഗ് എക്സ്പീരിയൻസ് വിത്ത് 1 month old ബേബീന്ന് പറയാനുള്ളത്, എൻ്റെ എക്സ്പീരിയൻസ് ഇസ് ബട്ട് ക്വൈറ്റ് ഓക്കെ ബിക്കോസ് ഹി ലവ്സ് ട്രാവലിംഗ്, ഐ തിങ്ക് സോ. പിന്നെ ഞങ്ങൾ എല്ലാ 1 hour 1.5 hours 2 hours വണ്ടി നിർത്തി അവന് പാല് കൊടുത്ത് വെൻ ഹീ ഈസ് കംഫർട്ടബിൾ വി യൂസ് ടു ട്രാവൽ. അതുകൊണ്ട് അത്ര പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. സോ നോർമലി എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ കുട്ടികൾ ഈ ടൈമിൽ ചില ട്രാവലിംഗ് ഇഷ്ടമുള്ള കുട്ടികളായിരിക്കാം, എനിക്കറിയില്ല, അവർ നോർമലി കടന്നുറങ്ങാൻ ഉള്ള ചാൻസസ് കൂടുതലാണ്. സോ പാരൻസ് ആയി നമ്മളെന്താ വിചാരിക്കുക, കുട്ടി ഉറങ്ങിക്കോട്ടെ, പാവല്ലേ ഉറങ്ങിക്കോട്ടെ എന്നുള്ള ഒരു ഇതുണ്ടാവും. അത് വേണ്ട. അവർ നമ്മുടെ പീഡിയാട്രീഷ്യൻ എന്താണോ സജസ്റ്റ് ചെയ്തത്, മേ ബി 1 hour 2 hours ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ബേബി,
അപ്പോൾ ആ ഒരു ടൈം ആയി കഴിയുമ്പോൾ കുട്ടി എണീപ്പിച്ച് പാല് കൊടുക്കുക. ഈവൻ അവർക്ക് വിശക്കുകയാണെങ്കിലും അവർ കടന്നുറങ്ങുന്നുണ്ട്. വാട്ട് ഐ സോ ഇൻ മൈ ബേബീസ്, അവൻ വിശക്കുന്നുണ്ട്, ബട്ട് അവൻ ഉറങ്ങുകയാണ്. സോ നമ്മൾ എണീപ്പിച്ച് കൊടുക്കുമ്പോൾ ഹീസ് ഡ്രിങ്കിങ് ദ മിൽക്ക്. അതൊരു കാര്യമുണ്ട്. പിന്നെ ട്രാവലിംഗ് ടൈമിൽ ബേബിനെ കംഫർട്ടബിളായി നോക്കുക. ഈവൻ ബിഫോർ ട്രാവലിംഗ് പീഡിയാട്രീഷ്യനെ റെക്കമെൻഡേഷൻ ചോദിച്ച് കൺഫേം ചെയ്തതിന് ശേഷം ട്രാവൽ ചെയ്യാൻ ട്രൈ ചെയ്യുക. പിന്നെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു സജഷൻ പറയുകയാണെങ്കിൽ, ഈ ടൈമിൽ നാട്ടിലേക്ക് വരണ്ട. ഏകദേശം നല്ല ചൂടാണ്. ബേബീസിന്, നമ്മുടെ ഇൻഫൻസിന് ഇത്രയും ചൂട് സഹിക്കാനുള്ളൊരു കപ്പാസിറ്റി ഇതുവരെ വന്നിട്ടില്ല. പിന്നെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ചിലപ്പോൾ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, ഇറ്റ്സ് ഫസ്റ്റ് ടൈം ഐ എം ഡൂയിങ് എ വീഡിയോ. സോ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം, നെക്സ്റ്റ് വീഡിയോ ഇംപ്രൂവ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ്.